ഒരു വേദന പടച്ചോൻ തരുന്നുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ അള്ളാഹു തരുന്നുള്ളൂ. മനസ്സിലായോ? അള്ളാഹു കാരുണ്യവാനിൽ കാരുണ്യവാനാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനോട് പറ. നിങ്ങൾക്ക് സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന ഒരിടം പടച്ചോൻ തന്നെയാ. ഞാനൊക്കെ സങ്കടം വന്നാൽ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. കാരണം ആളുകൾ എപ്പോഴെങ്കിലും ചതിക്കും. എനിക്ക് സങ്കടം വന്നാൽ ഞാൻ പടച്ചോനോടാ പറയാ. എനിക്ക് സന്തോഷം വന്നാലും അള്ളാഹുവിനോട് തന്നെയാ പറയാ. എന്തും ആദ്യം ഞാൻ പറയുന്നത് പടച്ചോനോടാണ്. അവനോട് എന്തും നിങ്ങൾക്ക് തുറന്ന് പറയാൻ കഴിയുന്ന ഒരിടം അള്ളാഹുവിന്റെ ഇടമാണ്. അവിടെ നിങ്ങൾക്ക് എന്തും പറയാം, എത്ര വേണേലും പറയാം, മനസ്സ് തുറന്ന് പറയാം. മനസ്സിലായോ? കരഞ്ഞു പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് മനസ്സിലേക്ക് സമാധാനം കിട്ടുന്ന അത്രയും വേണമെങ്കിൽ നിങ്ങൾ കരഞ്ഞോ. ഒരാൾക്ക് മുമ്പിലും കരയരുത്. അള്ളാഹുവിക്ക് മുമ്പില് സുജൂദിന്റെ മുമ്പില് മാത്രം നിങ്ങൾ കരയാ. നിസ്കാരപ്പായിൽ നിങ്ങൾ കരഞ്ഞോ? നിസ്കാരപ്പായില് സുജൂദിലിരുന്ന് നിങ്ങൾ കരഞ്ഞോ? അല്ലെങ്കിൽ റൂമിനകത്ത് വാതിലടച്ചിട്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ പറഞ്ഞു കരഞ്ഞു. പക്ഷെ മനുഷ്യന്മാരോട് എല്ലാവരോടും പറയരുത്. കാരണം മനുഷ്യന്മാരൊന്നും വിശ്വസിക്കാൻ കഴിയൂല. നിങ്ങൾ പറയുന്ന സങ്കടമൊന്നും അവർക്ക് സങ്കടമൊന്നും അല്ല. എന്നോട് നിങ്ങൾ പറഞ്ഞോ, ഞാൻ ചതിക്കൂല. പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ഒരാളുടെ സങ്കടം പറയുമ്പോൾ അവർക്കതൊക്കെ ഒരു നേരം പോക്കാ. അവർ ഇതേ കേൾക്കും, ഇതേ വിടും. അവസാനം നിങ്ങൾക്കത് ഒരു മൂർച്ച വാളാക്കി നാളെ അവർ തിരിച്ചങ്ങോട്ട് പ്രയോഗിക്കാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഓരോരോ രഹസ്യങ്ങളും പരസ്യങ്ങളാകും. അത് മാത്രമല്ല, അത് പറഞ്ഞ് നിങ്ങളെ കുത്തി 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 വേദനിപ്പിക്കാൻ ശ്രമിക്കും. അത് കൂടപ്പുറപ്പാണെങ്കിലും കുടുംബ അംഗങ്ങളാണെങ്കിലും കൂട്ടുകാരാണ്.